അങ്ങനെ ഇന്ന് സെക്കൻഡ് സ്കെഡ്യൂളിലെ ഫൈനൽ ഡേ ആയ ഷൂട്ട് ഡേ 16 ആണ്. അപ്പോൾ ടാനൊക്കെ അടിച്ച് എൻ്റെ ഫേസ് ഇരിക്കുന്നത് കണ്ടോ. രാവിലെ തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യണതിൻ്റെ കൂടെ ഒരു മാങ്ങ കൂടി കിട്ടി. ഈ വീട്ടിൽ ഒരുപാട് മാങ്ങയുണ്ട് കേട്ടോ. ഇതാണ് ഹീറോൻ്റെ വീട് വരുന്നത്. നമ്മളെ അടുത്ത് പൊട്ടിക്കാനൊക്കെ അവർ സമ്മതിക്കും. എല്ലാവരും അങ്ങനെ സമ്മതിക്കണമെന്നില്ല കേട്ടോ. മാങ്ങ തിന്ന് മടുത്തു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് മടുപ്പൊന്നുമില്ല, മാങ്ങ എനിക്ക് അത്രയ്ക്കും ഫേവറേറ്റ് ആണ്. ഇന്നൊരു അടിപൊളി സീൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബക്കറ്റിനുള്ളിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അവർ ഒരു സൈഡ് ബക്കറ്റിൻ്റെ കട്ട് ചെയ്തിട്ട് ആർട്ടിലെ പയ്യന്മാർ എനിക്കിത് അറേഞ്ച് ചെയ്ത് തരികയാണ്. പക്ഷേ ചെറുതായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് കുടുങ്ങിയായിരുന്നു. ഇതുപോലത്തെ സീൻസൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു സെപ്പറേറ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം ഒരുപാട് ഒരു അടിപൊളി വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറേ ഫണ്ണി പാർട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സീൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഓർത്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ ഈ സീൻ വന്നിട്ടായിരിക്കും മിക്കത് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ എനിക്കൊന്നും ഐഡിയ ഇല്ല. പക്ഷേ ഇങ്ങനത്തെ സീൻസൊക്കെ ചെയ്യാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര നമുക്ക് വലിയ രീതിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും എനിക്ക് ഇങ്ങനത്തെ സീൻസൊക്കെ ചെയ്യാനാണ് ഈ കരയുന്ന സീൻസിനേക്കാളും കൂടുതൽ ഇഷ്ടം. അതിനുശേഷം ജീപ്പിൽ പോകുന്നൊരു സീക്വൻസ് എടുക്കാനുണ്ടായിരുന്നു. അതിപ്പോൾ അങ്ങനെ എടുത്തു. അതിനുശേഷം ഇതേ വള്ളത്തിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. അങ്ങനെ ഈ സ്കെഡ്യൂളിലെ അവസാനത്തെ വള്ളത്തിലെ ഷൂട്ടാണ്. ഈവനിങ് ടൈമാണ് കേട്ടോ. പക്ഷെ നല്ല കൊതുകുണ്ടായിരുന്നു. ഡേ ടൈമാണ് വെച്ചെങ്കിൽ ഉച്ചയ്ക്കൊക്കെയാണ് വെച്ചെങ്കിൽ നല്ല രീതിക്ക് വെയിലും വൈകുന്നേരം ആകുമ്പോൾ നല്ല രീതിക്ക് കൊതുകുണ്ട്. നല്ല അടിപൊളി സീൻസൊക്കെ ആയിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം എന്തായാലും പിന്നെ ഫൈനൽ ഡേ ആണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ വള്ളം മറിയുന്ന സമയത്ത് എനിക്കിപ്പോഴും പേടിയുണ്ട്. പക്ഷേ ആ പണ്ടത്തെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന പേടിയും കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഞാനിപ്പോൾ വള്ളം തുഴയുന്നുണ്ട്. എനിക്കിപ്പോൾ അതായിട്ട് ഞാൻ ഓക്കെ ആയി, സെറ്റായി. ഇപ്പം അത്യാവശ്യം ഒരു വള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകാനുള്ള ഒരു കപ്പാസിറ്റിക്ക് എനിക്ക് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ അസോസിയേറ്റ് ആണ്, ഷൈജ് ചേട്ടൻ. ആളാണ് വള്ളം തുഴഞ്ഞ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടാക്കി തരും. ദെൻ അവിടുന്ന് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മുടെ സ്കെഡ്യൂളിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു സ്കെഡ്യൂൾ. കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റായി ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ സ്കെഡ്യൂളിൽ അത്ര വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ടാനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളും ടാനൊക്കെ കളയാൻ വേണ്ടിയിട്ട്. കാരണം ഷൂട്ടിൻ്റെ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ച എൻ്റെ ആ ഒരു ഫേസ് കണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്രത്തോളം എനിക്ക് ടാൻ അടിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ടാൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോവില്ല. അപ്പം അങ്ങനെ നമ്മൾ അവിടുത്തെ നമ്മുടെ വീടിൻ്റെ അതായത് ഹീറോൻ്റെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു തോട് വരുന്നത്. അവിടെ ഈ പായലും അതേപോലെ കുളവാഴയൊക്കെ ഉള്ള കാരണം അത് വെള്ളം നീങ്ങുന്നുണ്ടായിരുന്നില്ല. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ. ഈ ഒരു സ്ഥലം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതും ആ ഒരു ഹീറോൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ്. റോഡ് വഴി പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് എത്താൻ. പക്ഷേ വള്ളത്തിൽ പോവുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം വരുന്നത്. സോ ഇനി അടുത്ത സ്കില്ലുകൾ കാണാം. ബൈ ബൈ.